കവർച്ചാ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കേസിൽ ഇതുവരെ SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ജാമ്യം ലഭിച്ചാൽ കേസിൽ ജയിൽ മോചിതനാകുന്ന 4ാമത്തെ പ്രതിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഈ ഒരു കൃത്യമായ ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് സമർപ്പിക്കുന്നില്ല. സ്വാഭാവിക ജാമ്യം ലഭിച്ച് ഇതിന് മുന്നേയുള്ള ഓരോ ആളുകളുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത്തരമൊരു ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് SITയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിക്കൂട്ടിൽ അവർ നിൽക്കേണ്ടി വരും, പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോൾ. തീർച്ചയായും ലിജിൻ, അങ്ങനെ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യ പ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ അത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇതുവരെയുള്ള അന്വേഷണത്തിലൊക്കെ തന്നെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. കാര്യം ഇത്രയും അറസ്റ്റുകളും പ്രതികൾക്ക് കസ്റ്റഡിയിൽ ഉണ്ടായിട്ട് പോലും ഇവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കോടതിയിലൊരു കുറ്റപത്രം, അതൊരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിന് SITക്ക് സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം, ഒരു വിലയിരുത്തലുകളൊക്കെ നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഹൈക്കോടതി വരെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂക്ഷ വിമർശനമാണ് നടത്തിയത്. കാരണം SIT ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നിർജീവാവസ്ഥ കാരണം ഇത്തരത്തിൽ പല പ്രതികൾക്കും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ SIT ഹൈക്കോടതിയിൽ വാദിക്കുമ്പോഴും ഹൈക്കോടതിയുടെ ഒരു രൂക്ഷ വിമർശനം ഉണ്ടായത് പ്രതികൾക്ക് എങ്ങനെ ഈ ഒരു ജാമ്യ ഹർജി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് അല്ലെങ്കിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുക പോലും ചെയ്യാതെ എങ്ങനെ ഇവർക്കൊക്കെ ജാമ്യം ലഭിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക കേസിൽ മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സ്വാഭാവിക ജാമ്യം, അതും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിലെ വീഴ്ചകൾ മൂലം സംഭവിച്ചതാണ്. കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കേസിൽ ജാമ്യം അനുഭവിച്ചിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വീണ്ടും കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. പ്രതിഭാഗം ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം ഇടക്കാല ഉത്തരവ് പോലും അല്ലെങ്കിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ SITക്ക് വീഴ്ച വന്നിരിക്കുന്നു. SIT ഇക്കാര്യങ്ങളൊന്നും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകളിലും ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ കട്ടിളപ്പാളി കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്കിറങ്ങും. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടപ്പോൾ 4ാമത്തെ പ്രതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, ശ്രീകുമാർ, ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ SD സുധീഷ് കുമാർ എന്നിവർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഈ 3 പ്രതികളും ഇപ്പോൾ ജയിലിന് പുറത്താണ്. അതോട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൽ 4ാമതായി പുറത്തിറങ്ങുന്ന വ്യക്തി കൂടിയാവും ഉണ്ണികൃഷ്ണൻ പോറ്റി. മറ്റൊരു സംഭവം, കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ ജാമ്യ ഹർജിയും ഇത്തരത്തിൽ പരിഗണിച്ചിരുന്നു. തന്ത്രിയുടെ ജാമ്യ ഹർജി 9ലേക്ക് വിധി പറയുന്നതിന് വാദം കേട്ടുകൊണ്ട് 9ലേക്ക് വിധി പറയുന്നതിന് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് വിധി പറയുന്നതിന് കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ SITയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ നിർണായക ദിവസം തന്നെ എന്ന് പറയാം. കാരണം മുഖ്യ പ്രതിയാണ് ശബരിമല സ്വർണ്ണ കേസിലെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാവുന്ന മുഖ്യ പ്രതി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് SITക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാകും. കോടതിയുടെ വിമർശനങ്ങളൊക്കെ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ജാമ്യ ഹർജി, അദ്ദേഹത്തിന്റെ കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി കേസിൽ ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വഴിയൊരുങ്ങുകയാണ്. ഇത് ഒരു തിരിച്ചടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്. ഇത് പ്രതിപക്ഷങ്ങളും ഒപ്പം തന്നെ കോടതിയും ഒക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. ഏതായാലും രാവിലെ 11 മണിയോടുകൂടി ഈ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി ഉണ്ടാവും. തീർച്ചയായും എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ദിനമാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇന്ന് നിർണായകമാണെന്ന് പറയേണ്ടി വരും. സ്വാഭാവിക ജാമ്യത്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി ഇത് പരിഗണിച്ചതിന് ശേഷം 90 ദിവസമായിട്ടും കുറ്റപത്രം പോലും നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. എന്തായാലും ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും SITക്ക് മേലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ SITക്ക് മേൽ കൂടുതൽ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യത നിശ്ചയമാണ്. പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണോ SIT ഇത്തരത്തിൽ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം അവിടെ കൂടുതൽ പ്രസക്തമാവുകയും ചെയ്യും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.